അമ്മേ, നാട്ടിൽ വന്ന് ക്വാറന്റൈനിലിരുന്ന് തിന്ന് ഇപ്പൊ വയറ് കൂടിയിട്ട് സോക്സ് ഇടാൻ പോലും പറ്റാത്ത കണ്ടീഷനായി. ചേട്ടന് തമാശ, എനിക്കിവിടെ ടെൻഷനായിട്ട് വയ്യ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇതിപ്പോ വെറും ഒരു ടെസ്റ്റ് മാത്രമല്ല, നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ കൊറോണ ടെസ്റ്റ് നടത്തിയതല്ലേ. എങ്ങാനും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ദുബായിക്ക് പോവാൻ പറ്റുമോ? എന്റെ മണ്ടു, നീ പോസിറ്റീവായിട്ട് ചിന്തിക്ക്. വേണ്ട, എനിക്ക് നെഗറ്റീവ് ആയാൽ മതി. അതല്ല, നെഗറ്റീവ് ആവുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കുറച്ച് കൈക്കൂലി കൊടുത്തിട്ട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മേടിച്ചാലോ? അത് കൊള്ളാം. ഭയങ്കര ഐഡിയ ആയിപ്പോയി. പൊട്ടത്തരം പറയല്ലേ മണ്ടു. പണ്ട് നീ വീട്ടിൽ ഇരുന്ന് കളിവണ്ടി ഓടിച്ച് കളിച്ചപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിൽ കൊണ്ടു തന്നു. ഇത് അന്തക്കാലം അല്ല, ഇപ്പൊ ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെയൊന്നും നടക്കില്ല. നീ ആവശ്യമില്ലാതെ ടെൻഷൻ പിടിക്കല്ലേ. വാ അങ്ങോട്ട്. എന്റെ മണ്ടു, നീ മുഖം ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുക. എനിക്കിത് കാണുമ്പോൾ എന്നെ കൂടെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. പിന്നെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യല്ലേ. ബി പോസിറ്റീവ്. പിന്നെ പോസിറ്റീവാ. എന്നാ ബി നെഗറ്റീവ്. ഇങ്ങോട്ട് വാ. ഓ മുപ്പത്താറല്ലേ പറഞ്ഞ ടെമ്പറേച്ചർ? അതെന്റെ വയസ്സ്. അപ്പൊ 96? അതെനിക്കറിയില്ല. 96 ടെമ്പറേച്ചർ. അതറിയണ്ടല്ലേ. പേരെന്ന് പറഞ്ഞേ? പേര് ലോറൻസ്. ശരി, അപ്പോൾ ഇതെടുത്തു. നമുക്ക് അവിടുന്ന് ഇത് തോന്നി ഒരു ബെല്ലും പറിക്കില്ലാട്ടോ, ഒരൊറ്റ പോക്ക് അങ്ങോട്ടി. ഇവിടെ ഓഫീസർ നിൽക്കുന്നതാണെന്നില്ലേ? എന്താ പ്രശ്നം? പരിശോധിക്കണ്ടേ? പരിശോധിക്കാനാണല്ലോ അകത്തോട്ട് പോണേ. ആദ്യം ഇവിടെ പരിശോധിക്കണം. ഡോക്ടറാണോ? ഡോക്ടറെ പോലും ഞാൻ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വിടല്. എന്ത് പരിശോധിക്കാനാണ്? ടെമ്പറേച്ചർ പരിശോധിക്കണം. എന്നാ അതങ്ങ് പരിശോധിച്ചോ. അതിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? നോക്കിക്കോളൂ. തൊണ്ണൂറ്റേഴ്. തൊണ്ണൂറ്റെട്ട്. പറ പേരെന്ന്? മന്മഥൻ. മന്മഥൻ. പേര്? മണ്ടോദരി. അല്ല മാന്നെ. നമ്പർ പറ. 4475. പേര് മാഡത്തിന്റെ? പേരാ പറയുന്നത് മണ്ടോദരി. അല്ല അത് എഴുതി. നമ്പർ നമ്പർ ആ നമ്പർ തന്നെ എന്റെ. ഈ നമ്പർ ഇവരെ ഫോൺ നമ്പർ. അവരെ ഫോൺ എന്റെ ഭാര്യയാണിത്. ആ നമ്പർ വിളിച്ചാൽ കിട്ടും കേട്ടോ. സാർ മനോജ് സാർ, ഒറ്റ വെച്ച് 5 മാസ്ക് വെറും 100 രൂപയ്ക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കീശയിലിട്ട്. ഈ പരിസരത്ത് എവിടെയും കിട്ടൂല ഈ ചെറിയ പൈസക്ക്. പിന്നെ സാറേ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, കംപ്ലീറ്റ് അണുനശീകരണത്തിന്റെ കംപ്ലീറ്റ് സാധനം അടിയിടെല്ലാം ഉണ്ട്. ചെറിയ പൈസക്ക് ഞാൻ തരും. ഈ കൊറോണനെ കൊല്ലുന്ന മരുന്ന് പോലും സത്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ തരും. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേ അടിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സാറ് വരണം. സൂപ്പർ മാർക്കറ്റാ, എല്ലാ സാധനവും ഇവിടെ കിട്ടും. എവിടുന്ന വിളിക്കണേ? അവിടുന്ന് ഇവിടെ അടുത്തല്ലേ, വേഗം പോരൂ. ശരി ശരി, ഓക്കെ. നമസ്കാരം. ഞങ്ങള് ടെസ്റ്റിന് വന്നതാണ്. പ്രഗ്നൻസിയാ? കോവിഡ് ടെസ്റ്റിന്. കോവിഡ് ടെസ്റ്റിനോ? പേരെന്താ? മന്മഥൻ. മന്മഥൻ അതല്ല, മന്മഥൻ. മന്മഥൻ. വൈഫിന്റെ പേര്? മണ്ടോദരി. മണ്ടോദരി മന്മഥൻ. എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ കുമ്പളത്താ. കുമ്പളം. എന്താ ജോലി ചെയ്യണേ? പ്രവാസിയാ. പ്രവാസിയാ? അപ്പൊ വെറുതെ വഴിയാ? അല്ലല്ല, ഞങ്ങൾ വന്നത് കുറച്ചായി. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ക്വാറന്റൈനെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പരിപാടിയാ.
തിരിച്ചു പോകുമ്പോ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ, ആ. അത് മേടിക്കാൻ വേണ്ടി വന്നാ. അല്ല നിങ്ങളങ്ങോട്ട് തീരുമാനിക്കണോ ഈ നെഗറ്റീവ് ആവുന്നൊക്കെ? ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആ അതൊക്കെ ശരി. ഇവിടുത്തെ രാഘവൻ ഡോക്ടറും അതന്നെയാ പറഞ്ഞിനി. മൂപ്പരിപ്പോ കിടപ്പില്ല. ഇതൊക്കെ പെട്ടെന്ന് മതി. ഇപ്പൊ നിങ്ങൾ ഈ വരുന്ന ബൈക്ക് കിട്ടുമല്ലോ സാധനം. അതെ, അത് നമുക്ക് നോക്കാം. അതിനാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യണേ. ഗൾഫിൽ എവിടെയാന്ന് പറഞ്ഞേ? ഞാൻ ദുബായിലാണ്. എത്ര വർഷമായിട്ട് ദുബായിലുണ്ട് നിങ്ങൾ? ദുബായിലൊരു 10-17 വർഷമായി. 17 വർഷമായിട്ട് നിങ്ങൾ ഒരേ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യണത്? സ്ഥാപനം ഞാൻ എൻ്റെ ബിസിനസ് നടത്തുകയാണ്. അത് 17 വർഷമായിട്ട് ഒരേ സ്ഥാപനം തന്നെയാണ്? അത് ദുബായിലാണ്. ദുബായിലാണ്. എന്താ ഇത്, റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യാണോ? മാഡം ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വേണോ? അത് ഞങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന ഓർഡറാണ്, അതുകൊണ്ടാ. അല്ല, ഞങ്ങൾക്ക് ഇതൊരു ഫോർമാലിറ്റിയുടെ പേരിൽ ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം, കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന വയ്ക്കുന്ന ഏതെങ്കിലും പീഡിയെന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോയാൽ പോരായിരുന്നു. ഇവിടുന്ന് ആകുമ്പോ അത് ഇങ്ങനത്തെ എന്താ പേര്? എൻ്റെ പേര് മൊയ്തു. എൻ്റെ സുഹൃത്ത് മൊയ്തു സാറേ, നിങ്ങൾ ഇതൊന്ന് ഇത് ചെയ്തതാ. ഞങ്ങൾ വേറെ ആവശ്യങ്ങളുണ്ട്, തിരക്കുണ്ട്. അല്ല അറിയാം, സംഭവം അറിയാം. എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഇനി വേറെ എന്തെങ്കിലും അറിയണ്ട? ഒറ്റ മിനിറ്റ്. മക്കൾ എത്ര ആൾക്കാരാ? മക്കളില്ല. മക്കളില്ലേ? ഇവിടെ നല്ല ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണിച്ചാളി. അതെ, മക്കളില്ല എന്ന് പറഞ്ഞാൽ മക്കൾ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. 5 മക്കളുണ്ട് അവിടെ ദുബായിലാ. 5 മക്കളുണ്ട്? ആ, എന്നാ പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോളൂ, ഇനി വേണ്ടല്ലോ. നിങ്ങളിപ്പോ ഞങ്ങൾ വന്ന കാര്യം കോവിഡ് ടെസ്റ്റിനാണ്. ദൈവം നിങ്ങൾ അതൊന്നും ശരിയാക്കി താ. ശരിയായി തരാം. അതിന് വേണ്ട നടപടി. ഓ ഒന്ന് ബില്ലടച്ചിട്ട് പോയിക്കോളൂ. കാർഡ് എടുക്കൂ. ആ കാർഡ് എടുക്കും. ക്യാഷ് അപ്പുറത്താണേ. ക്യാഷ് അവിടെ അടയ്ക്കുമ്പോൾ അവിടെ നിന്ന് OP ടിക്കറ്റ് തരും. എന്നിട്ട് ഡോക്ടറെ കണ്ടാവും. ശരി ശരി. സാർ ആ എന്താ ഉണ്ട്? ഈ ഇവിടെ പ്രസവമൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. പ്രസവിക്കണോ? അല്ല, ഇത് എങ്ങനെയാണ് ഇതിന്റെ ചാർജ്? സിസേറിയനാണെങ്കിൽ ഒരു 65 ഉറുപ്പ്യങ്ങൾ കാണണം. 65 ഉറുപ്പ്യ കാണണം. നോർമൽ ആണെങ്കിൽ ഒരു 10-30 ഉറുപ്പ്യക്ക് കാര്യം നടക്കും. 30,000 ഉറുപ്പ്യ. ആ ദൈവമേ. അതിൻ്റെ അല്ല, ഭാര്യ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഗർഭിണിയായി. ആ ഗർഭിണിയായാലും പ്രസവിക്കണല്ലോ. 10 ആയോ? ഇല്ല, ആവും. 65-30 കരുതണം. ഈ പൈസ കുറഞ്ഞ റേറ്റിലുള്ള വല്ല ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്ത്? കുറഞ്ഞ റേറ്റിലാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണോ? അല്ല, അത് ഇച്ചിരി ഗമ കുറവുണ്ടേ. ഏ അത് ഗവൺമെന്റ് ആശുപത്രി പറയുമ്പോ ഇച്ചിരി ഗമ കുറവുണ്ട്. ഗമ കുറവുണ്ട്. ഗമ വേണോ അല്ലേ? കയ്യിൽ പൈസ ഇല്ല. ഇല്ല. ആ അതാണ്. അപ്പൊ പിന്നെ ഗമയൊന്നും നോക്കരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറ്റാളുക. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട? പ്രസവത്തിന് ഓഫറോ? ഇല്ല അല്ലേ? എവിടുന്ന് വരാണ്ട് ചെങ്ങായി? അല്ല, സാധാരണ കടകളിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. കടകളിലുണ്ട്. ഹോസ്പിറ്റലൊക്കെ എന്താ ഓഫറാണ്? ഈ ന്യൂ ഇയറിന് പോര് 2 കുട്ടികളെ ഫ്രീ ആയിട്ട് തരാം ഇവിടുന്ന്. അത് വേണ്ട, അത് ശരിയാവില്ല. അത് ശരി. പണി ഉണ്ടാക്കാൻ വരിക? ഇല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ശരി ശരി. ഏറി വകുപ്പിനെ കണ്ടിക്കണ്. ഇപ്പൊ പൊളിക്കണ്ട അത്. ഓ ശരി. മന്മന്ദൻ അല്ലേ? മന്ദനല്ല, മന്മഥൻ. 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 ഓക്കെ. ഒരു കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. കോഴിക്കോട് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ പറയാം ഡോക്ടർ. സാർ, കോവിഡ് വേണ്ട. കോവിഡ് അതടക്ക്. എന്തിനാ അത് തുറക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ ആവശ്യമുള്ളപ്പോ ഇങ്ങനെ തുറന്ന് സംസാരിക്കാനാണെങ്കിൽ ഇത് ഇടേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും തുറന്ന് സംസാരിക്കണ്ട. എന്താ കാര്യം? കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്നാ പറഞ്ഞേ. പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഞാനത് അച്ചടിച്ച് വെച്ചിരിക്കാം ഇവിടെ. നെഗറ്റീവ് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ദുബായിക്ക് പോണം. ദുബായിക്ക് തിരിച്ചു പോണം. ദുബായില് പോണം. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലാണോ? ഓക്കെ. എന്നിട്ട് അപ്പോ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ. അപ്പൊ ഇപ്പൊ വന്നിട്ട് എത്രയായി? 3 മാസം കഴിഞ്ഞു. ക്വാറന്റൈനിലൊക്കെ ഇരുന്നാണല്ലോ അല്ലേ? ഓക്കെ. വേറെ യാത്രകളൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇവിടെ വന്ന് വേറെ യാത്രയൊന്നും ചെയ്തില്ലല്ലോ? എങ്ങും പോയില്ല. ഇല്ല, അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് പോയില്ലേ? ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? ഒരു 2 പേര്. നിങ്ങൾ 2 ആൾ മാത്രം? 200. 200? 200 പേരോ? അത് ശരി. അല്ല ഡോക്ടറെ, പക്ഷെ ഞങ്ങള് ഒരു മനുഷ്യന്റെ അടുത്ത് പോയില്ല. എന്താ പറയണേ?
എന്താ ഞങ്ങൾ അവിടെ സാമൂഹിക അകലം പാലിച്ചാ നിന്നത്. അകലം പാലിച്ചു. ആ. ആ ആ ആരോടും മിണ്ടിയില്ല, ആരോടും മിണ്ടിയില്ല. ഇല്ല, ആർക്കും കൈ കൊടുത്തില്ല, ഒന്നും കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല ഞങ്ങൾ. ആ പിന്നെന്തിനാ പോയത്? ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സാന്നിധ്യം അറിയിക്കണമല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളും ഒക്കെ ഉള്ള പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അല്ലേ, ഇത്തരം ഇങ്ങനെ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ പോകാൻ പാടുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടല്ലേ? പ്രവാസികൾക്ക് ആകപ്പാട് കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ കല്യാണം കൂടുക, ബന്ധുക്കളെ ഒന്ന് കാണുക, അതൊക്കെയാണല്ലോ ഡോക്ടറെ. ആ എന്തായാലും ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ, പിന്നെ നിങ്ങൾക്കാണെങ്കിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വന്ന ഉടനെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരും ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ടെസ്റ്റിന് എഴുതി തരാം. അതിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ ടെസ്റ്റ് ചെയ്യുന്നതിൽ കോവിഡിന്റെ ടെസ്റ്റ് ഉണ്ടല്ലോ അല്ലേ ഡോക്ടർ? ഉണ്ടാവും കേട്ടോ. ലാബിലേക്ക് പോയിക്കോളൂ കേട്ടോ. ലാബല്ലേ? ആ ലാബിലേക്ക്. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.